السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن ورائهم برزخ إلى يوم يبعثون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ച തമ്പുരാൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിതം നയിക്കണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിലെ സ്വാഭാവിക അന്ത്യമായ മരണത്തെക്കുറിച്ചും ആ മരണത്തിൻ്റെ 2 രൂപത്തിലുള്ള മരണത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പ്രതിപാദിച്ചു. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് മരണാനന്തരം മനുഷ്യൻ്റെ ശരീരങ്ങൾക്കും മനുഷ്യൻ്റെ ആത്മാക്കൾക്കും എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ശരീരം നാം കൊണ്ടുപോയി വെക്കുന്നത് മണ്ണിലാണ്. മണ്ണിൽ കൊണ്ടുപോയി വെക്കുന്നത് നമ്മൾ പറയുന്ന പേരാണ് ഖബറടക്കുക എന്നാണ്. ശരിക്കും ആ വാക്ക് അറബിയാണ്. ഖബുറ എന്ന ധാതുവിൽ നിന്നാണ് അത് ഉണ്ടായത്. ഖബുറ യഖ്ബുറു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അഖ്ഫാഹു വ സത്തറഹു വ ദഫനഹു വ വാറാഹു ഫി തുറാബ് എന്നാണ്. മണ്ണിൽ മറച്ചു വെക്കുകയും മണ്ണിൽ മറമാടുകയും മണ്ണിൽ മൂടി വെക്കുകയും ചെയ്യുന്നതിനൊക്കെ ആ വാക്ക് ഉപയോഗിക്കും, അല്ലേ? മറമാടപ്പെടുന്ന സ്ഥലത്തിന് നമ്മൾ മഖ്ബറ എന്നാണ് പറയുന്നത്. ശവശരീരം ചുട്ട് ഭസ്മമാക്കി വെള്ളത്തിൽ ഒഴുക്കിയാലും കാറ്റിൽ പരത്തിയാലും കപ്പലിൽ മറിച്ചിട്ട് സമുദ്രത്തിൽ താഴ്ത്തിയാലും എല്ലാം തന്നെ അവസാനമായിട്ട് അവൻ്റെ ഭൗതിക ജഡാവശിഷ്ടങ്ങൾ വിലയം പ്രാപിക്കുന്നത് ഭൂമിയിലാണ്, ഭൂമിയുടെ അന്തർഭാഗത്താണ്. ഭൂമിയുടെ അന്തർഭാഗം എന്ന വിശാലമായ അർത്ഥവും ഖബർ എന്ന വാക്കിന് അറബിയിലുണ്ട്. ഏതായാലും ഒരു മനുഷ്യനെ സംസ്കരിക്കുന്നതിൽ ഉത്തമമായ മാർഗം അത് ചുട്ടരിക്കലോ അല്ലെങ്കിൽ മറ്റ് രൂപത്തിലോ അല്ല. ശരിക്ക് ഉത്തമമായ മാർഗം മണ്ണിൽ അവനെ സംസ്കരിക്കുക എന്നുള്ളതാണ്. കാരണം മണ്ണാകുന്ന പദാർത്ഥത്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. ആ മണ്ണിലേക്ക് തന്നെ നാം ചെന്നു ചേരുകയും അതിൽ ലയിച്ചു ചേരുകയും ചെയ്യുന്നു. അതാണ് 3 പിടി മണ്ണ് നമ്മൾ ഖബറിൽ വാരിടുമ്പോൾ പറയുന്നത് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിന്നാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. മിൻഹാ ഖലഖനാകും, ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരു പിടി മണ്ണ്. വഫീഹാ നുഈദുകും, ആ മണ്ണിൽ നിന്ന് നിങ്ങളെ നാം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. വഫീഹാ നുഈദുകും, ആ മണ്ണിലേക്ക് തന്നെ ഇതാ നിങ്ങളെ നാം മടക്കിയിരിക്കുന്നു.
വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ നുഖറ, ഇനിയൊരു ഘട്ടത്തിൽ നിങ്ങളെ മണ്ണിൽ നിന്ന് നാം ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണ്. അപ്പോൾ ആ മനുഷ്യനെ മണ്ണിൽ മറമാടുകയാണ് ചെയ്യുന്നത്, മണ്ണിലാണ്. ഖബറിൽ മനുഷ്യ ശരീരങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഖബറിൽ അടക്കം ചെയ്താൽ ക്രമേണ ആ മനുഷ്യൻ്റെ ശരീരം അഴുകി മണ്ണിൽ ചേരുകയാണ്. ശരീരഭാഗങ്ങൾ, ആന്തരിക അവയവങ്ങൾ, കുടൽമാലകൾ എല്ലാം തന്നെ മണ്ണിൽ ലയിച്ചു ചേരുകയാണ്, പുഴുവരിച്ച് നശിക്കുകയാണ്. നാം വളരെയധികം മെഡിക്കൽ ചെക്കപ്പൊക്കെ നടത്തി രോഗമെല്ലാം എന്ന് ഉറപ്പുവരുത്തി ബോഡിയിലെ സ്കിന്നുമുള്ള കറുത്ത പാടുകളൊക്കെ നീക്കം ചെയ്ത് സൗന്ദര്യ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് മോഡൽ വരുത്തിയ നമ്മുടെ ശരീരം, ആ ശരീരം അഴുകി മണ്ണായി പോവുകയാണ്. അഴുകുന്നതാ ഒരു 3 ദിവസം കൊണ്ടും സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും, നമ്മുടെ 2 കണ്ണുകളും 3 ദിവസം കൊണ്ട് അഴുകിപ്പോകുമെന്നാണ്. ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ 2, നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. കണ്ണ് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ 2 ദ്വാരങ്ങളാണ് ഉണ്ടാകുക. അങ്ങനെ കാണുമ്പോൾ മനുഷ്യനെ അങ്ങനെ ആ രൂപത്തിൽ കാണുമ്പോൾ ആരും പേടിച്ചു പോകുമെന്നാണ്. ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. അവർക്ക് ഇങ്ങനെയുള്ളൊരു ബോഡി കിട്ടുക എന്ന് പറഞ്ഞാൽ ചിതലുകൾക്കും പുഴുക്കൾക്കും ഭയങ്കരമായ സന്തോഷം, അവർക്കുള്ള ആഹാരമാണ്, ഭക്ഷണമാണത്. ഖുറാനിലെ 40-ാം അധ്യായം സൂറത്ത് ഖാഫിലെ 4-ാം വചനത്തിൽ അല്ലാഹ് പറയുന്നു, ഖദ് അലിംനാ മാ തൻഖുസുൽ അർളു മിൻഹും വഇൻദനാ കിതാബുൻ ഹഫീൽ. ഒരു ഭൗതിക ജഡം ഭൂമിയിൽ കൊണ്ടുപോയി വെച്ചാൽ, ഖദ് അലിംനാ നമുക്കറിയാം, മാ തൻഖുസുൽ അർളു മിൻഹും ഭൂമി അതിൽ നിന്നും തിന്ന് നശിപ്പിക്കുന്നത് എന്തൊക്കെയാണ്, ബാക്കി എന്താണ് ഉണ്ടാവുക. വഇൻദനാ കിതാബുൻ ഹഫീൽ, നമ്മുടെ അടുക്കൽ കൃത്യമായി സൂക്ഷിക്കുന്ന ഒരു രേഖ അതിനെക്കുറിച്ച് ഉണ്ട് എന്നാണ്. അപ്പോൾ ആ വിവരങ്ങളൊക്കെ പടച്ച തമ്പുരാൻ്റെ അടുക്കൽ ഉണ്ട്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ പറയുന്നു, വലാ യഖ്ഫ അലൈന ഐന തഫറഖത്തിൽ അബ്ദാൻ, എവിടെയാണ് ശരീരാവശിഷ്ടങ്ങൾ ചിന്നിച്ചിതറിപ്പോയത്, അത് ഭസ്മമാക്കി കരലൊഴിക്കിയാലും അതെവിടെയാണ് പോയത് നമുക്കറിയാം. വൈന ദഹബത്ത്, അതെങ്ങോട്ട് പോയി, വൈല ഐന സാറത്ത്, അതെന്തായി തീർന്നു എന്നാണ്. ഇതിനൊക്കെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു രേഖ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉണ്ട് എന്നാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഇനിയുള്ളത് മനുഷ്യൻ്റെ ആത്മാവ്. മനുഷ്യൻ്റെ ആത്മാവിന് എന്ത് സംഭവിക്കുന്നു? മനുഷ്യൻ്റെ ആത്മാവ് ആത്മപ്രധാനമായ ബർസഖ് ലോകത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഖുർആനിലെ 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂനിലെ 100-ാമത്തെ വചനത്തിൽ പറയുന്നു, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, അവർക്ക് പിറകിൽ, അവർ മരിച്ചതിന് ശേഷം ബർസഖ് എന്ന ലോകമുണ്ട്. ഇലാ യൗമി യുബ്അസൂൻ, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെ. എന്താണ് ബർസഖ്? ബർസഖ് എന്ന് അറബിക് ഭാഷയിൽ പറഞ്ഞാൽ അൽ ഫാസിലു ബൈന ഷൈഇനി വൽ ഹാജിസു ബൈനഹുമാ, 2 വസ്തുക്കൾക്കിടയിലുള്ള മറ, കർട്ടൻ, യവനിക എന്നൊക്കെയാണ് അർത്ഥം. ഈ അർത്ഥത്തിൽ ഖുർആനിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. സൂറത്ത് റഹ്മാനിൽ കാണാം 2 ജലാശയങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് ബൈനഹുമാ ബർസഖുൻ, അത് 2ൻ്റെയും ഇടയിൽ ഒരു മറയുണ്ട്, ലാ യബ്ഗിയാൻ, അത് പരസ്പരം കൂടിച്ചേരുകയില്ല എന്ന് പറഞ്ഞു. ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ ബർസഖ് എന്ന് പറയുമ്പോൾ അൽ മർഹലത്തുല്ലത്തി തഫ്സിലു ബൈനൽ ഹയാത്തി ദുനിയ വൽ ആഖിറ, ഭൗതിക ലോകത്തിലെയും പരലോകത്തിൻ്റെയും ഇടയിൽ വേർതിരിക്കുന്ന ഒരു ഘട്ടമാണ് ജീവിതത്തിൻ്റെ എന്നാണ്. ഇബ്നു കസീർ ഇത് ആയത്തിന് തഫ്സീർ പറഞ്ഞുകൊണ്ട് പറയുന്നു, അൽ ബർസഖു മാ ബൈന ദുനിയ വൽ ആഖിറ ലൈസു മാ അഹ്ലി ദുനിയ യഅ്കുലൂൻ വയശ്റബൂൻ. ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും ഇടയിലുള്ള ഒരു ഘട്ടത്തിനാണ് ബർസഖ് എന്ന് പറയുന്നത്. അവർ ദുനിയാവിലല്ല, ദുനിയാവിൽ ആളുകളുടെ കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നില്ല. വലാ മാ അഹ്ലിൽ ആഖിറ യുജാസുന അമാലും, ആഖിറത്തിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ അവർ ഉൾപ്പെട്ടിട്ടില്ല, അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. കാരണം മഅ്ശർ നിലവിൽ വന്നിട്ടില്ല. മഹാനായ 3-ാം ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ അദ്ദേഹം കരയുമായിരുന്നു എന്നാണ്. അദ്ദേഹത്തെ ചോദിച്ചു, നിങ്ങളെന്താണ് ഖബർ കണ്ടാൽ ഇങ്ങനെ കരയാൻ കാരണം? അദ്ദേഹം പറഞ്ഞ മറുപടി, ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ, പരലോകത്തിൻ്റെ ആദ്യ ഘട്ടമാണ് ഖബർ, മനുഷ്യൻ ഒറ്റപ്പെടുന്ന ഇടമാണ് ഖബർ.
ഫൈൻ നജാമിന്നു ഫമാ ബാദോ ഐസർ, അതിൽ നിന്നും രക്ഷപ്പെടുകയാണെങ്കിൽ അതിന് ശേഷമുള്ളത് അവന് ഏറ്റവും എളുപ്പമായിരിക്കും. ഫൈലം യഞ്ചു മിന്നു ഫമാ ബാദോ അഷദ്ദു മിന്നു, അതിന് രക്ഷപ്പെടുന്നില്ല എങ്കിൽ അതിന് ശേഷമുള്ളത് അവന് ഏറ്റവും കഠിനമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏതായാലും പരിശുദ്ധാത്മാവ് ബർസഖിയായ ലോകത്ത് പ്രവേശിക്കുമ്പോൾ ആത്മാവിന് ഉണ്ടാവുന്ന അനുഭൂതികൾ എന്താണ് എന്ന്, പരിശുദ്ധാത്മാവ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ അടിയുറച്ച് വിശ്വസിച്ചിട്ടുള്ളതാണ്. അവൻ ജനിച്ചു വീഴുമ്പോൾ തന്നെ അവൻ്റെ കർണപുടങ്ങളിൽ കേൾക്കുന്ന ശബ്ദമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അവൻ പ്രായപൂർത്തിയായത് മുതൽ ആ ഒരു ആശയത്തിനും ആദർശത്തിനും വേണ്ടി ജീവിതം പണയം വെച്ചവനാണ് അവൻ. അവസാനം മരിക്കുമ്പം ആ കലിമത്ത് തൗഹീദ്, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ മരണപ്പെടുന്നത്. അങ്ങനെയുള്ള മനുഷ്യൻ ബർസഖിലേക്ക് പോകുമ്പോൾ ആ ആദർശ ദൃഢതയും സ്ഥൈര്യവും അവൻ്റെ ജീവിതത്തിൽ അവന് ലഭിക്കുന്നുവെന്നാണ്. മലായിക്കത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകുവാൻ അവന് കഴിയുന്നു. അവൻ പതറുന്നില്ല. യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത്, വിശ്വാസികളായ ആളുകളെ അള്ളാഹു സ്ഥിരമായ വാക്കുകൾ കൊണ്ട് അള്ളാഹു സ്ഥിരപ്പെടുത്തും മറുപടി പറയാൻ. ഫിൽ ഹയാത്തി ദുന്യ ഫിൽ ആഖിറ, ദുന്യാവിലെ ലോകത്തും പരലോകത്തും അവർക്ക് സ്ഥിരത ലഭിക്കും എന്നാണ്. ഖബറിലെ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ട് ഉത്തരം നൽകാൻ അവന് കഴിയുന്നു അല്ലേ. അങ്ങനെ ആ ഉത്തരം ഒക്കെ റെഡിയായി അവൻ്റെ കാര്യങ്ങൾ ഫയലുകളെല്ലാം ക്ലിയറായി മലക്കുകൾ അവനോട് പറയുന്നൊരു വാക്കുണ്ട്, നം ക നൗമത്തൽ അറൂസ്, നീ ഉറങ്ങുക ഒരു പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ എന്നാണ്. അപ്പോൾ ഒരു പുതുമണവാളൻ എത്ര സംതൃപ്തിയോടാണോ തൻ്റെ ഭാര്യയോടൊത്ത് ഉറങ്ങുന്നത്, അതേപോലെ തൻ്റെ സൽക്കർമ്മങ്ങളാകുന്ന അമലുകളോടൊത്ത് അതിൻ്റെ കൂടെ നീ ഈ ബർസഖിയായ ലോകത്ത് ജീവിച്ചു കൊള്ളുക എന്നാണ്. ഇവിടെ പണ്ഡിതന്മാർക്കതിലെ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ് എന്ത്, ഈ ഖബറിലെ ചോദ്യം ചെയ്യൽ ഫസ്റ്റ് അങ്ങനെ കൊണ്ടുപോയി വെക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അതിന് ശേഷം തുടർച്ചയായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ടോ എന്നാണ്. മിക്കവാറും ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് ഇത് കൊണ്ടുപോയി വെക്കുമ്പോൾ ഫസ്റ്റ് ഘട്ടത്തിലാണ് ഉള്ളത് എന്നാണ് ചോദ്യം ചെയ്യൽ. എന്നിട്ട് അവനോട് നമുക്ക് നൗമത്തൽ അറൂസ്, ഒരു പുതുമണവാളൻ്റെ ഉറക്കം ഉറങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പ് വരെ അവന് ആ അനുഭൂതി, ആ അനുഗ്രഹം ലഭിച്ചുകൊണ്ട് അവനവിടെ സന്തോഷത്തോടെ അവന് അവിടെ ജീവിക്കാൻ കഴിയും. ഇതിൽ തന്നെ രക്തസാക്ഷികളുടെയൊക്കെ ആത്മാക്കൾ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അവരുടെ ആത്മാക്കൾ അള്ളാഹു ഭൗതിക ശരീരം അവരത് റീപ്രൊഡക്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതുവരെ ഒരു പക്ഷിയുടെ ശരീരത്തിൽ അവർ അത് പാറിക്കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് ഖുർആനും ഹദീസും കാണാം. സൂറത്ത് 3-ാം അധ്യായം ആലി ഇംറാനിലെ 169-ാം അധ്യായത്തിൽ കാണാം, വലാ തഅസബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉം ഇൻദ റബ്ബിഹിം യുർസഖൂൻ. വലാ തഅസബന്ന, നീ വിചാരിക്കരുത്, അല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരണപ്പെട്ട ആളുകൾ, കൊല്ലപ്പെട്ട ആളുകൾ, അംവാത്തൻ മരിച്ചു പോയവരാണെന്ന് വിചാരിക്കേണ്ട. ബൽ അഹ്യാഉം ഇൻദ റബ്ബിഹിം, അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ ജീവിച്ചിരിപ്പുണ്ട്. അവിടെ ആത്മാക്കൾ പക്ഷിയുടെ ശരീരങ്ങളിലായിട്ട് സ്വർഗത്തിൽ പാറിക്കളിക്കുന്നുണ്ട്. യുർസഖൂൻ, ആർക്ക് ഭക്ഷണം നൽകുന്നുണ്ട്. ഇതിന് ഉപോത്ബലകമായി ഇമാം അഹമ്മദിൻ്റെ ഒരു ഹദീസ് കാണാം, നിസ്മത്തുൽ മുഅ്മിൻ, വിശ്വാസിയുടെ ആത്മാവ് തായറിൻ്റെ ഒരു പക്ഷിയുടെ രൂപത്തിൽ യുഅല്ലിഖു ഫീ ശജറത്തിൻ ജന്ന, സ്വർഗീയ വൃക്ഷങ്ങളിൽ അത് പാറിക്കളിക്കുന്നു. യർജിഉല്ലാഹു ഇലാ ജസദിഹി, അങ്ങനെ യോമ യബ്അസു, ഉയർത്തെഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ ആ ആത്മാവിന്, ആ ബോഡി അള്ളാഹു അവൻ്റെ ശരീരം പുനഃസൃഷ്ടിക്കുമ്പോൾ അവിടേക്ക് തന്നെ അള്ളാഹു മടക്കുന്നു എന്ന് കാണാം. അപ്പോൾ ഈ രൂപത്തിൽ ബർസഖിയായ ലോകത്ത് പരിശുദ്ധാത്മാക്കൾ ബർസഖിയായ ലോകത്ത് വളരെ സന്തോഷത്തോടുകൂടി, സൗഭാഗ്യത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി അവരവിടെ കഴിഞ്ഞുകൂടുകയാണ്. എന്നാൽ മ്ലേച്ഛാത്മാക്കളോ, അവർ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ശിക്ഷകൾ അനുഭവിച്ചുകൊണ്ടാണ് അവരവിടെ കഴിച്ചു കൂട്ടുന്നത്. കൊടിയ നരകശിക്ഷയുടെ ഒരു പതിപ്പ് അവർക്ക് കാണിപ്പിക്കപ്പെടും എന്നാണ്. നരകത്തിൻ്റെ ഒരു അഗ്നിയുടെ ജ്വാലകൾ അവരുടെ ആത്മാക്കൾക്ക് അത് അനുഭവിക്കുന്നൊരവസ്ഥ ഉണ്ടാകുമെന്നാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്, ബർസഖിയായ ലോകത്തിൻ്റെ ജീവിതത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫിർഔനിൻ്റെ ആളുകൾ. 40-ാം അധ്യായം സൂറത്ത് ഗാഫിറിലെ 45-46 വചനങ്ങളിൽ ആ സംഭവം പറയുന്നുണ്ട്.
വഹാഖ ബിആലി ഫിർഔന സൂഅൽ അദാബ് അന്നാറു യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യ വയൗമ തഖൂമു സ്സാഅതു അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്. വഹാക്ക ഇറങ്ങുന്നതാണ് ബിആലി ഫിർഔന, ഫിർഔനിൻ്റെ ആളുകൾക്ക്, ഫിർഔനിനും അവൻ്റെ ആളുകൾക്കും അൽ അദാബ് മോശമായ ശിക്ഷ. അന്നാറു നരകാഗ്നി യുറദൂന അലൈഹ അവരുടെ മേൽ പ്രദർശിപ്പിക്കപ്പെടും, ഉദുവൻ പ്രഭാതത്തിലും വഅശിയ്യൻ പ്രദോഷത്തിലും. വയൗമ തഖൂമു സ്സാഅത്തു അന്ത്യദിനം നിലവിൽ വരുന്ന ഘട്ടത്തിൽ പറയപ്പെടും, അദ്ഖിലു ആല ഫിർഔൻ, ഫിർഔനിൻ്റെ പ്രവൃത്തികൾക്ക് അവരെ നിങ്ങൾ പ്രവേശിപ്പിക്കുക, അവൻ്റെ ആളുകളെ നിങ്ങൾ പ്രവേശിപ്പിക്കുക, അശദ്ദൽ അദാബ് ഏറ്റവും കഠിനമായ ശിക്ഷ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഈ ആയത്തിൻ്റെ അവസാനം പറയുന്നത് അന്ത്യദിനം നിലവിൽ വരുമ്പോൾ ഫിർഔൻ്റെ ആളുകൾക്ക് ഏറ്റവും കഠിനമായ ശിക്ഷ നൽകുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് പറഞ്ഞ രാവിലെയും വൈകുന്നേരവും തീ അവരുടെ മേൽ, നരകം അവരുടെ മേൽ പ്രദർശിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? അത് ബർസഖിയായ ലോകത്ത് നിന്നാണെന്നാണ്. ഈ ദുഷ്ടാത്മാക്കൾക്ക് പ്രഭാതത്തിലും പ്രദോഷത്തിലും നരകാഗ്നിയുടെ ഒരു സ്പർശം അവരുടെ ആത്മാക്കൾക്ക് അനുഭവിക്കേണ്ടി വരും എന്നാണ്, അല്ലേ? ഫിർഔൻ്റെ ബോഡി ഉള്ളത് ഈജിപ്തിലെ മ്യൂസിയത്തിലാണ്. അവൻ്റെ ആത്മാവിനാണ് ഇത് സംഭവിക്കുക. ഇത് ബർസഖിയായ ലോകത്തിലെ ജീവിതത്തിനും അവിടെയുള്ള ശിക്ഷകൾക്കും രക്ഷകൾക്കുമുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ആയത്ത്. 40-ാം അധ്യായം സൂറത്ത് ഗാഫിറിലെ 45-46 വചനങ്ങൾ. അപ്പോൾ ഓരോ മനുഷ്യനും മരിച്ചു കഴിഞ്ഞാൽ അവന് ഉള്ള സ്ഥാനം രാവിലെയും വൈകുന്നേരം അവന് കാണിച്ചു കൊടുക്കുമെന്നാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇന്ന അഹദക്കും ഇദാ മാത്ത, നിങ്ങളിൽപ്പെട്ട ഒരാൾ മരിച്ചാൽ, അറന്ന അലൈഹി മഖദഹു ബിൽ ഗദാത്തി വലശി, അവന് ലഭിക്കാമെന്ന സ്വർഗീയ അനുഭൂതികളും നരകശിക്ഷകളും രാവിലെയും വൈകുന്നേരവും അവന് കാണിക്കപ്പെടും. ഇൻകാന മിൻ അഹ്ലിൽ ജന്ന ഫമിൻ അഹ്ലിൽ ജന്ന, സ്വർഗവാസിയാണെങ്കിൽ സ്വർഗത്തിൻ്റെയും, വൈൻകാന മിൻ അഹ്ലിൻ നാരി ഫമിൻ അഹ്ലിൻ നാർ, നരകവാസിയാണ് നരകത്തിൻ്റെയും. അവരോട് പറയും, അതാ മക്കാദുക അത്തായബ് അസക്കല്ലാഹു യൗമുൽ ഖിയാമ, അന്ത്യദിനത്തിൽ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ നിൻ്റെ സ്ഥാനം ഇതാണ് എന്ന് അവരോട് പറയും. എന്നാൽ ചില ആളുകൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവർ പറയുന്നു, വലിയ ശിക്ഷ വരുന്നതിന് മുമ്പ് വേറൊരു ശിക്ഷയോ, അല്ലേ? ഖബർ തുറന്നു നോക്കിയാൽ ഒന്നും കാണുന്നില്ലല്ലോ, യഥാർത്ഥ ശിക്ഷയ്ക്ക് മുമ്പ് മറ്റൊരു ശിക്ഷയോ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണ്. സത്യത്തിൽ മരണത്തോടുകൂടി അദൃശ്യമായൊരു ലോകത്തിലേക്കാണ് ഈ ആത്മാക്കൾ പ്രവേശിക്കുന്നത്. ആത്മാവ് എന്ന് പറഞ്ഞാൽ തന്നെ നിർവചിക്കപ്പെട്ടിട്ടില്ല ഇന്ന്. വൈസലൂനക്ക് അനി റോഹ്, ആത്മാവിനെ കുറിച്ച് അവർ എന്നോട് ചോദിക്കുന്നു. കൊൽ പറഞ്ഞേക്കുക, അർ റോഹ് മിൻ അംരി റബ്ബി, ആത്മാവിനെ കുറിച്ചുള്ള അറിവ് എൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കലാണ്. വമാ ഊത്തീത്തും മിനൽ ഇൽമി ഇല്ലാ ഖലീല, അറിവിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ ഈ ആത്മീയ ലോകത്ത് പ്രവേശിക്കുമ്പോൾ ആത്മാക്കൾക്കുണ്ടാകുന്ന അനുഭൂതികൾ അദൃശ്യ ലോകത്ത് വെച്ച് നടക്കുന്നതാണ്, അല്ലേ? ഈ രക്ഷാശിക്ഷകളുടെ സ്വഭാവത്തെക്കുറിച്ച്, ഈ ആത്മീയ ലോകത്ത് ലഭിക്കുന്ന രക്ഷാശിക്ഷകളുടെ സ്വഭാവത്തെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ശരീരവും ആത്മാവും രണ്ടും കൂടിയാണ് ഇത് അനുഭവിക്കുന്നതെന്ന് അഹ്ലുസുന്നയുടെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നു. ഇമാം ഗസാലിയെ പോലുള്ള ആളുകൾ പറയുന്നു, ഈ ബർസഖിയായ ലോകത്തിലെ ശിക്ഷകളും രക്ഷകളും ഒക്കെ ആത്മപ്രധാനം മാത്രമാണ്, റൂഹിന് മാത്രമാണ് ഉണ്ടാകുന്നത് എന്നാണ്. ഏതായാലും ശരീരത്തിൽ നിന്നും വേർപെട്ട ആത്മാക്കൾക്ക് ഇത്തരം അനുഭൂതികൾ ഉണ്ടാവും എന്ന് നമുക്ക് ഭൗതിക ലോകത്തു നിന്നുള്ള അനുഭവമാണ്. രണ്ടാളും ഉറങ്ങിക്കിടക്കുകയാണ്. അതിലൊരാൾ ഉറക്കത്തിൽ, ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഉറക്കത്തിൽ ഒരു വേള നമ്മളെ ബോധമണ്ഡലമാകുന്ന ആത്മാവ് നമ്മളിൽ നിന്നും ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്നുണ്ട് എന്നാണ്. അത് ശരീരത്തിൻ്റെ പുറത്തേക്ക് അത് വിഹരിക്കുന്നുണ്ട് എന്നാണ് ബോധമണ്ഡലം. ഉറങ്ങിക്കിടക്കുന്ന രണ്ടാളുകൾ സ്വപ്നം കാണും. ഒരാൾ കാണുന്ന സ്വപ്നം തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഉല്ലാസയാത്ര സന്തോഷിക്കുന്ന അനുഭൂതി അവൻ്റെ ആത്മാവിന് ലഭിക്കുകയാണ്. മറ്റാൾ കാണുന്ന ശത്രുക്കൾ അവനെ ആക്രമിക്കാൻ വേണ്ടി ആയുധങ്ങളുമായി വരുന്നതാണ്. അവൻ ഭയഭീതനായി പേടിക്കുകയാണ്. പക്ഷെ രണ്ടാളും നോർമലായിട്ട് നമ്മുടെ റൂമിൽ ഉറങ്ങുകയാണ്. പക്ഷെ അവരുടെ ആത്മാക്കൾക്ക് രണ്ട് അനുഭൂതികൾ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള അനുഭൂതികൾ ഉണ്ടാവാം എന്നാണ് നബിയുടെ അടുക്കൽ ജിബ്രീൽ എന്ന മലക്ക് വരുമ്പോഴും, അതേപോലെ മരണസമയത്ത് മലക്കുൽ മൗത്ത് വരുമ്പോഴൊന്നും നമ്മുടെ അടുത്തുള്ള ആളുകൾക്ക് അത് അറിയാൻ സാധിക്കുന്നില്ല. പക്ഷേ ആ ബോഡിക്ക് അത് അറിയാൻ സാധിക്കുന്നുണ്ട്.
അതുകൊണ്ട് ഈ ആത്മാവ്, ഈ റൂഹ് നമ്മൾ കാണുന്നില്ല എന്ന് വെച്ച് കാണാത്തതൊന്നും ഇല്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല. ഇതെല്ലാം നമ്മൾക്ക് കാണുന്നില്ല, അദൃശ്യ ലോകത്താണ് ഇതുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് പ്രവാചകന്മാർ പറഞ്ഞു തരുന്ന അറിവ് അതിനെക്കുറിച്ചുള്ളൂ. അതിനാണ് വിശ്വാസം, അതാണ് വിശ്വാസം ആവശ്യമുള്ളത്. കാരണം കാണാത്തതിലാണല്ലോ നമുക്ക് വിശ്വസിക്കേണ്ടത്. കാണുന്നതിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇത് യഥാർത്ഥമായി സംഭവിക്കുന്നത് കൊണ്ടാണ് ഒരു ദിവസം 17 നേരം ഫർള് നമസ്കാരത്തിൽ നമ്മൾ അത്തഹിയാത്തിൽ, തശഹുദിൽ ഇതിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ രക്ഷ ചോദിക്കണം, രക്ഷ തേടണമെന്ന് അള്ളാഹു നമ്മെ പഠിപ്പിച്ചു തരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബറിലെ ശിക്ഷ, ബർസഖിയായ ലോകത്തെ ശിക്ഷകളിൽ നിന്നും അള്ളാഹു എന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഇത് സംഭവിക്കും, ഉണ്ടാവും എന്നതിനാലാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച്, ഈ ബർസഖിയായ ജീവിതത്തെക്കുറിച്ച് നിഷേധിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മളുടെ നമ്മളുടെ അറിവിൽപ്പെട്ടതല്ല, അത് അറിവിനപ്പുറമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു തരുന്ന, പ്രവാചകൻ പറഞ്ഞു തരുന്ന അദൃശ്യ ലോകത്തിൽ നിന്ന് അള്ളാഹു ഇറക്കിത്തന്ന അറിവുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യൻ ഇങ്ങനൊരു കാര്യം വരാൻ പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് അവൻ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അത് സംഭവിച്ചാൽ എന്താവും, ഇനി ഇല്ലെങ്കിൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല, ഉണ്ടെങ്കിൽ വലുതാണ് നമുക്ക് നഷ്ടപ്പെടാനുള്ളത്. അതുകൊണ്ട് മനുഷ്യൻ ഒറ്റപ്പെടുന്ന ഖബറിലെ ബർസഖി ജീവിതത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുക. അതിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്താണ് എന്ന് നമ്മൾ ആരായുക. നമുക്ക് മരണശേഷം ലഭിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു അറിവ് ഉപയോഗിച്ച് ആരെങ്കിലും നന്നായി കഴിഞ്ഞാൽ അതിനൊരു വിഹിതം പഠിപ്പിച്ചു കൊടുത്ത ആൾക്കുണ്ടാവും. അതേമാതിരി നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്തു വെച്ചതും നമ്മുടെ മരണശേഷം അനുഭവം എടുത്തുകൊണ്ടിരിക്കുന്നതും അനുസ്യൂതം അതിൻ്റെ അനുഭവം എടുത്തുകൊണ്ടിരിക്കുന്നതുമായ സദഖത്തുൻ ജാരിയ ധർമ്മങ്ങൾ. 3, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ മക്കൾ. ഇത് 3ആണ് ലഭിക്കുക. അപ്പോൾ ഇതൊക്കെ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ ഉണ്ടാക്കി വെക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കുക, അതേ നമുക്കുണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ സ്വത്തല്ല, മറ്റുള്ളവരുടെ സ്വത്താണ്, മക്കളെ സ്വത്താണ്. അവരത് ഓരി വെച്ച് കൊണ്ടുപോകും നിങ്ങൾ മരിച്ച ഉടനെ തന്നെ. നമ്മളെ സ്വത്ത് കാരണം എന്ന് പറഞ്ഞാൽ ഈ 3 അത് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മളെല്ലാം തന്നെ ബർസഖി ശിക്ഷയിൽ നിന്നും ഖബറിലെ ശിക്ഷയിൽ നിന്നും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ولذكر الله أكبر والله يعلم ما تصنعون.